സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ട വീട്ടമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധി. കടുത്തുരുത്തി മുരിക്കൻ വീട്ടിൽ ജിഷ ജോസിനാണ് കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിച്ചത്. 2019 ഏപ്രിൽ മാസത്തിൽ കടുത്തുരുത്തി സഹകരണ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് ജിഷയുടെ ഇടതു കൈ തളർന്നുപോയത്. കൈയിലെ കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ജിഷയും ഭർത്താവ് ജോസും കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇങ്ങനെ ലൈഫോമ കൊഴുപ്പിൻ്റെ ഒരു അസുഖം വന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കടുത്തുരുത്തി സഹകരണ ആശുപത്രിയിൽ ചികിത്സ നേടി. അവിടുത്തെ ചികിത്സയുടെ പിഴവ് കൊണ്ട് എൻ്റെ കൈ തളർന്നു പോവുകയും അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പല പല ഹോസ്പിറ്റലിൽ കൂടി ചികിത്സയ്ക്ക് പോയി. അവസാനം എറണാകുളം സ്പെഷ്യലിസ്റ്റിൽ കൊണ്ടുവന്ന് അവർ എന്നെ ചികിത്സിച്ച് എൻ്റെ കൈ ഒരു 80% ശരിയാക്കി തന്നു. ഇതിൻ്റെ എല്ലാം ശാരീരികവും സാമ്പത്തികമായിട്ട് വളരെ നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ബിസിനസ്സുകൾ തകർന്നു പോയി. ഇതെല്ലാം നഷ്ടമെല്ലാം ഉണ്ടായതിന് വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൈയുടെ ചലനശേഷി വീണ്ടെടുക്കാനായില്ല. ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടും വേണ്ടത്ര ഗൗരവത്തോടെ കാണാനോ പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായില്ലെന്നും പരാതിക്കാർ പറയുന്നു. തുടർന്ന് വിവിധ ആശുപത്രികളിലായി വർഷങ്ങളോളം ചികിത്സ നടത്തിയ ശേഷമാണ് കൈയുടെ ചലനശേഷിയും സ്വാധീനവും 70% വീണ്ടെടുക്കാനായത്. ഇതിനായി ലക്ഷക്കണക്കിന് രൂപ ചിലവായെന്നും ഇക്കാലത്തിനിടെ ഭർത്താവിന്റെയും തന്റെയും വരുമാന മാർഗങ്ങളായ തൊഴിലുകൾ നഷ്ടപ്പെട്ടെന്നും ഇവർ പറഞ്ഞു. തുടർന്നാണ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. മെഡിക്കൽ ബോർഡിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ തേടിയ ശേഷം കോടതി തങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. വിധി വന്ന് 1 മാസത്തിനകം 4,80,000 രൂപയോളം തങ്ങൾക്ക് നൽകാനാണ് ആശുപത്രി അധികൃതരോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ജിഷയും ഭർത്താവ് ജോസും കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.